കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ പകലോ ഈ രാത്രിയിലോ വാഴ്ത്തപ്പെടട്ടെ. ബഹുമാനപ്പെട്ട ആരണ്യ പാസ്റ്റർ സണ്ണിച്ചായൻ, വന്ന ദൈവമക്കൾ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ക്രിസ്തുയേശുവിൽ സന്ധ്യാ വന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എനിക്ക് ശബ്ദത്തിന് അല്പം പ്രയാസമുണ്ട്. അതേ മക്കൾക്ക് വളരെ പ്രാർത്ഥനയോട് ദിവസമായിരിക്കാൻ ആവശ്യമാണ് ഓർപ്പിക്കും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന 6 ദിവസം നാളെ കൂടെ തീരുമല്ലോ. ഈ തിങ്കളാഴ്ച മുതൽ ഈ സന്ധ്യാസമയം വരെ ഞങ്ങളെല്ലാവരും ദിവസങ്ങളിലായിരുന്നു. ഒത്തിരി ആലോചനകളൊക്കെ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ഇതിനകത്ത് ചിലപ്പോൾ പ്രവാചകന്മാരും വന്ന് പോയിട്ടുണ്ടാകും. ഞാൻ പ്രവാചകനല്ല കേട്ടോ, അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. എനിക്ക് പ്രവചനം കേൾക്കുന്നതും ഇഷ്ടമല്ല. ഞാൻ ഞങ്ങളുടെ സഭയിലെ ഗസ്റ്റ് പാസ്റ്റേഴ്സിനൊക്കെ വിളിക്കുമ്പം പറയും, വലിയ പ്രവചനമൊന്നും വേണ്ട, ബൈബിള് നന്നായിട്ട് പറഞ്ഞാൽ മതി എന്ന് ഞാൻ അഡ്വൈസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഞാൻ വിശ്വാസികൾ പറയും, അന്ന് പ്രവാചകൻ നമ്മളോട് ദൂതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയും ചെയ്യും. അപ്പോൾ ഈ ജുമ്മാത്ത് കുറേ പ്രവചനങ്ങളൊന്നും കേട്ടതുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ പാസ്റ്റർ പ്രവാചകനാന്ന് തോന്നുന്നു. പാസ്റ്റർ ഒഴിവാക്കിയാൽ ഞാൻ പറയാം കേട്ടോ. പാസ്റ്റർ ഞാൻ ഈ പറയുന്ന കൂട്ടത്തിലൊന്നുമില്ല. പ്രവചനത്തെയും പ്രവാചകനെയും ഒക്കെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. എനിക്ക് വിശ്വാസമാണ്. പ്രവചനം കേൾക്കാനും ഇഷ്ടമാണ്. പ്രവാചകന്റെ പ്രവചനം, ഇന്നത്തെ ഈ തട്ടിമുട്ടി പ്രവാചകന്റെ അല്ല. ഞാൻ നിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ഇടയിലൊക്കെ വരുന്ന പ്രവാചകന്മാർ പറയുന്ന കുറെ പ്രയോഗങ്ങളുണ്ട് അല്ലേ, നിനക്കറിയത്തില്ലേ? വട്ടം കെട്ടി, ചുറ്റിക്കെട്ടി അല്ലേ, പോരാട്ടം, ബന്ധനം, കഷ്ടത അല്ലേ, ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ച് തല്ലിയോ മകളെ മകനെ എന്ന് പറയുമ്പോഴേക്കും ഒരിക്കലും സ്വോത്രം പറയാത്തവരും ആരാധിക്കാത്തവരൊക്കെ നിലം തൊടാതെ ആരാധിക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ള ദൂതികളൊക്കെ അങ്ങ് അമേരിക്ക കൊണ്ടുപോകാമെന്നും കാനഡയിൽ കൊണ്ട് ഐസിനകത്ത് കൊണ്ടിടാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വലിയ ഇൻസ്പിറേഷനൊക്കെ തോന്നാറുണ്ട്, വലിയ സന്തോഷമൊക്കെ തോന്നാറുണ്ട്. ഈ ദൈവത്തിന്റെ പ്രവചനം അമേരിക്കയിൽ വിടാമെന്ന് ദൂത് പറയുന്നതും ഓസ്ട്രേലിയയിൽ വിടാമെന്ന് പറയുന്നതും കാനഡയിൽ വിടാമെന്ന് പറയുന്നതും ഒന്നുമല്ല, ഇംഗ്ലണ്ടിൽ ഒന്നും വിടാമെന്ന് പറയുന്നതൊന്നും അല്ല പ്രവചനം. മാനസാന്തരപ്പെടാൻ പറയുന്ന പ്രവചനം. ഇന്നത്തെ പ്രവാചകന്മാരെ പറയും, നിനക്ക് വീട് തരും, നിന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കും, നല്ല സംബന്ധം കിട്ടും, നല്ല വാഹനം വാങ്ങും, നല്ല സാമ്പത്തിക ഉയർച്ച കിട്ടും, നല്ല ജോലി കിട്ടും, ശത്രുവിന്റെ തലയിൽ കൂടെ കയറ്റി നിന്നെ ഓടിക്കും. ഇതൊക്കെ ഇന്ന് വരുന്ന പ്രവാചകന്മാർ പറയുന്നു. പക്ഷെ എന്നോട് ഇന്ന് വരെ ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ വന്ന ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ല, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിന്റെ നടപ്പ് ശരിയല്ല എന്ന് പറയുന്ന ഒരു പ്രവാചകനും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാസ്റ്റർമാർ കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല. അതാ പ്രവചനം. അങ്ങനെ പറയുന്നത് പ്രവചനം, അതാ പ്രവചനം. വേദപുസ്തകം നിങ്ങൾ മുഴുവൻ നോക്കിക്കോ. 31,173 വാക്യങ്ങളുള്ള ബൈബിൾ ആദിയോടന്തം നിങ്ങൾ പരിശോധിച്ചോ. ഇതിന് വിരോധമായിട്ട് ഒരു പ്രവചനവും വേദപുസ്തകത്തിലില്ല. അപ്പോ നിങ്ങൾ അനുഗ്രഹത്തിന്റെ പ്രവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിനേക്കാൾ മാനസാന്തരത്തിലേക്ക് വന്ന് അനുഗ്രഹിക്കപ്പെടുന്ന പ്രവചനം കേൾക്കുന്നത് ജീവിതത്തിന്റെ ധന്യത എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു പോയാലേ ആ വഴി അങ്ങ് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാക്യം വായിക്കാം. സമയം വളരെ പരിമിതി ഉണ്ട് നമുക്ക്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും. ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. 3-ാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ പാപികളാൽ തന്നെ നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചാണ് ധ്യാനിച്ചുകൊള്ളു. എബ്രായ വിശ്വാസികളോട്
ലേഖനകർത്താവ് ഓർപ്പിച്ച് പ്രബോധിപ്പിക്കുന്ന ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ചോ അതിൻ്റെ എഴുത്തുകാരനെ കുറിച്ചോ ഈ എബ്രായ ലേഖനത്തിന്റെ ദൈവശാസ്ത്ര ധാരകളെ കുറിച്ചോ ഒന്നും നമുക്കിന്ന് രാത്രി പറയാനുള്ള സമയമില്ല. അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ എബ്രായ ലേഖനം എഴുതാനുള്ള സാഹചര്യം, ഇതിലെ ദൈവശാസ്ത്ര ചിന്താഗതികൾ, ഇതിലേക്ക് കയറി വന്ന അല്ലെങ്കിൽ സഭയിൽ ഉണ്ടായിരുന്ന അനാചാര നടത്തിപ്പുകളെ കുറിച്ച്, തെറ്റായ ആത്മീയ ജീവിതങ്ങളെ കുറിച്ച്, തെറ്റായ ചിന്താഗതികളെ കുറിച്ച്, പഴയ യഹൂദ പാരമ്പര്യം സഭയിലേക്ക് വന്ന പശ്ചാത്തലത്തെ കുറിച്ച്, യഹൂദ പാരമ്പര്യം സഭയിൽ കടന്നു വന്നുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് രാത്രി പറയാതെ ആ പർട്ടിക്കുലർ വാക്യത്തിൽ മാത്രം പറയുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് ഈ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പുതു നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാഗ രക്തത്തിന്റെ അടുക്കൽ എത്രയേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പ്രയോഗം മാത്രം പറയാനാണ് ഞാൻ ഈ രാത്രി ആഗ്രഹിക്കുന്നത്. പുണ്യാഹ രക്തം, യേശുവിന്റെ രക്തം. 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും അടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. എങ്ങനെയുള്ള വിരോധം? എങ്ങനെയുള്ള വിരോധം? ഇങ്ങനെയുള്ള വിരോധം. എങ്ങനെയുള്ള വിരോധം? ക്രൂശിൽ സഹിച്ചത്, നാട്ടുകാരെ ശപിച്ചത്, നാട്ടുകാരെ നിന്ദിച്ചത്, വിവസ്ത്രനാക്കപ്പെട്ടത്, അടികൊണ്ടത്, ഇടികൊണ്ടത്, നിന്ദിക്കപ്പെട്ടത്, പുറത്താക്കപ്പെട്ടത്, ഇതൊക്കെ സഹിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ വരുമ്പോ അത് ധ്യാനിച്ച് ആ ജീവിതത്തെ നിങ്ങൾ ജയിക്കണം. ഈ ക്രിസ്ത്യൻ സഭകളിലൊക്കെ കൂടുതൽ കേൾക്കുന്നത് അനുഗ്രഹ പ്രഭാഷണങ്ങളാണ്, അല്ലെ? അനുഗ്രഹ പ്രഭാഷണങ്ങളാണ്. കട്ടതയെ കുറിച്ച്, ഈ രോഗമൊക്കെ വരുമ്പോ പ്രവാചകൻ, ഞങ്ങളുടെ സഭയിൽ ഒരു ജോയിച്ചാനുണ്ട്. അപ്പൊ ജോയിച്ചാൻ എന്നോട് ഒരിക്കൽ ഒരു ജീവിതാനുഭവം പറഞ്ഞു. അതേ ഒരിക്കൽ ഏകദേശം 3 മാസത്തോളം കട്ടിലിൽ ഇങ്ങനെ മലർന്ന് കിടക്കേണ്ടുന്ന അവസരം. അപ്പോൾ കായംകുളത്തുള്ള അദ്ദേഹത്തിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സഹോദരൻ, ഒരു ദൈവദാസൻ, വേറൊരു ദൈവദാസനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നു. അപ്പം പറഞ്ഞു, 15,000 രൂപ കൊടുക്കാമെങ്കിൽ ആ പാസ്റ്റർ പ്രാർത്ഥിച്ച് സൗഖ്യത്തിൽ. പാവം ചോദിച്ചായ ഇല്ല, ഒന്നാമത്തെ കിടപ്പിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പൈസ ഒക്കെ ഉണ്ടാക്കി 15,000 രൂപ ഈ പാസ്റ്ററുടെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടും സൗഖ്യമൊന്നും. അങ്ങനെ കാശിന് സൗഖ്യം കൊടുക്കാൻ വരുന്ന ദൈവദാസന്മാരും നമ്മുടെ ഇടയിലുണ്ട്, അല്ലെ? മണർകാട് പള്ളിയുടെ കുരിശും തൊട്ടിയിൽ 1 രൂപ ഇട്ടാൽ സൗഖ്യം കിട്ടും. ഒരു രൂപം മേടിച്ച് പള്ളിയിൽ കൊണ്ടു കൊടുത്താൽ, കൈയില്ലാത്തവൻ കൈ മേടിച്ചു കൊടുത്താൽ, കാലില്ലാത്തവൻ കാല് മേടിച്ചു കൊടുത്താൽ, തലയില്ലാത്തവൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ അവിടെ മാത്രമല്ല, നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇടയിലുണ്ട്. അത് രൂപം മാറി വന്നതേ ഉള്ളൂ. അപ്പൊ പിശാച് ഏതൊക്കെ രീതികളിലാണ് നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു കാലത്ത് നമ്മുടെ സഭയ്ക്കകത്ത് വിശ്വാസികളുടെ ഉള്ളിൽ, ദൈവദാസന്മാരുടെ ഉള്ളിൽ ഇരുന്ന കർത്താവ് എന്ന് പുറത്തു പോയിട്ട് കർത്താവ് ഇരുന്ന സ്ഥാനത്ത് ഇപ്പൊ പിശാച കയറിയിരിക്കുന്നത്. പിശാച കയറിയിരിക്കുന്നെന്ന് പറഞ്ഞാലും ഈ നമ്മുടെ സഭയിലൊക്കെ വന്ന് ഒരു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാലേ ആച്ചാ എന്നോ അന്യഭാഷ പറയുന്നത്. ഞാൻ എൻ്റെ സഭയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഈ ചൂടാപാല, അല്ലെ? നിങ്ങൾ കേട്ടിട്ടില്ല? ഇവിടെ വന്നുകൊണ്ട് ഒരു ശുദ്ധീകരണം കാണത്തില്ല. അതുകൊണ്ട് സ്റ്റെപ്പിങ് വണ്ടി അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ഡോറ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ ഇവിടെ റണ്ണിപ്പാസ് ചിലപ്പോൾ പ്രാർത്ഥിച്ച പാട്ടങ്ങോട്ടിട്ട് ഈ സാധനം ഇട്ട് ഇങ്ങനെ മൂളിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ട് വരും. അവിടെ കയറുമ്പോഴേ പറയും ചൂടാപാല ചൂടാപാല ചൂടാപാല. അപ്പൊ ഞാൻ നിങ്ങളെ ഈ നിരുത്സാഹപ്പെടുത്തുകയല്ല ഞാൻ ചെയ്യുന്നത്.
അന്യഭാഷ പറയണം ദൈവമക്കൾ, പക്ഷെ ആത്മാവിലായിരിക്കണമെന്നാണ് പറയുന്നത്. സഭായുഗത്തിന് വരുന്നതിന് തൊട്ട് മിനിറ്റുകൾക്ക് മുമ്പ് വരെ ഭാര്യയെ ചീത്ത പറഞ്ഞിട്ട്, ഭർത്താവിനെ ചീത്ത പറഞ്ഞിട്ട്, ഭർത്താവിനെ തൊഴിച്ചിട്ട്, ഭാര്യയുടെ കർണത്തടിച്ചിട്ട്, ആരാധനാലയത്തിന്റെ പടി കാണുമ്പോൾ വരുന്ന അന്യഭാഷ ഏതാണെന്ന് ദൈവദാസന്മാർ തിരിച്ചറിയണം, ദൈവമക്കൾ തിരിച്ചറിയണം. നിന്നിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണോ ദുരാത്മാവാണോ എന്ന് ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവിന്റെ പേര് തന്നെ വേദപുസ്തകം പറയുന്ന പരിശുദ്ധ ആത്മാവെന്ന. അത് അശുദ്ധമായ സ്ഥലത്തിരിക്കത്തില്ല. നീ വിശുദ്ധനാണെങ്കിൽ ആ പരിശുദ്ധ ആത്മാവ് നിന്നിൽ വ്യാപരിക്കൂ. ആ പരിശുദ്ധ ആത്മാവ് നിന്നിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കർത്താവിനെ കാണാൻ കഴിയും. കർത്താവിനെ കാണുന്നവൻ കർത്താവിനോട് സംസാരിക്കും. അതാ അന്യഭാഷ എന്ന് പറയുന്നത്. അതിന് ഈ പുണ്യാക രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. അവിടെ പറയുന്നത് കണ്ടോ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം. അപ്പൊ ഹാബേലിന്റെ രക്തം കൊണ്ട് സംസാരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ രക്തവും സംസാരിക്കും. ഹാബേലിന്റെ രക്തം എന്താ സംസാരിക്കുന്നത്? നിങ്ങൾ വേദപുസ്തകം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഹാബേലിന്റെ രക്തം എന്തായിരിക്കും സംസാരിച്ചേ? ഞാൻ എൻ്റെ സഭയിലെ വിശ്വാസികൾ ഇങ്ങനെ ചോദിക്കും, അവരെന്നോട് ഇങ്ങോട്ട് ഉത്തരം പറയും. ഞങ്ങൾ അങ്ങനെ പ്രസംഗിക്കുന്നത്. കാരണം അച്ചപ്പറ്റാൻ വിളിക്കും. ഹാബേലിന്റെ രക്തം സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നേ? യേശു ക്രിസ്തുവിന്റെ രക്തവും സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത്? ഇവിടെ പൗലോസ് അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് പറയുന്നത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യരക്തം. അപ്പൊ ഹാബേലിന്റെ രക്തം എന്താ സംസാരിക്കുന്നത്? അവിടെ തന്നെ ഉത്തരം പറയുന്നുണ്ട്. ആ വാക്യത്തിൽ തന്നെ ഉത്തരം പറയുന്നുണ്ട്. ഗുണകരമല്ല ഹാബേലിന്റെ രക്തം സംസാരിക്കുന്നത്. ഹാബേലിന്റെ രക്തം എന്താ സംസാരിക്കുന്നത്? കർത്താവേ, എന്റെ നല്ല പ്രായത്തിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ജീവിച്ചു കൊതി തീരുന്നതിന് മുമ്പ് എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട എന്റെ ചേട്ടനെ നീ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ പറഞ്ഞാൽ മതി. നീ എന്റെ ഭാര്യ പറഞ്ഞ, കർത്താവേ, നീ അവനെ എന്റെ മുന്നിലോട്ട് കൊണ്ടുവന്ന് കുനിച്ചു നിർത്തി പോലീസുകാർ മുതുകിന് ഇങ്ങനെ ഇടിക്കുന്നത് പോലെ ഇടിക്കണേ. അവൻ എന്റെ മുന്നിൽ മുട്ടുകുത്താൻ നീ ഇടവരുത്തണേ. അവൻ ഒരിക്കലും സ്വസ്ഥത കൊടുക്കരുത്. അവനെ നീ സന്ദർശിക്കണം. നമ്മുടെ ഭാഷയാ, അവനെ സന്ദർശിക്കണേ. ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പേര് പറയും. നിങ്ങൾ ഈ മന്ത്രവാദം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മന്ത്രവാദത്തെ വിശ്വാസമാണോ? മന്ത്രവാദം സണിജ കുടിഞ്ഞു. മന്ത്രവാദം എന്ന് പറഞ്ഞ മന്ത്രവാദം എന്ന് പറഞ്ഞ അർത്ഥം അറിയാവോ? മന്ത്രവാദം നിങ്ങൾ വേണേ പറയും, പക്ഷേ വട്ടത്തിൽ സമചതുരാകൃതിയിൽ ഒരു ചതുരം ഒരു വരയൊക്കെ വരച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഈ പിള്ളേര് എന്നാ കളിക്കാനോ ചതുരം കളിക്കാൻ വേണ്ടി ഇങ്ങനെ വരയ്ക്കുന്ന പോലെ വരച്ചിട്ട് അവിടെ കു, ഇവിടെ ച, അവിടെ ഗ, ഇവിടെ ന എഴുതിയിട്ട് ഒരു ചന്ദ്രക്കര 4 ഓടിലും ഇട്ടിട്ട് അതിനകത്ത് ഈ തുളസി കതിരും ചെമ്പരത്തി പൂവും തെറ്റിപ്പൂവും ഒക്കെ ഇട്ടിട്ട് ഒരു കറുത്ത പൂവൻ കോഴിയെ തല വെട്ടിക്കൊണ്ടുവന്ന് അതിന്റെ രക്തം ആ കളത്തിനകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പറയുന്ന മന്ത്രവാദം. മന്ത്രവാദം എതിർ പ്രാർത്ഥന എന്ന മന്ത്രവാദത്തിന്റെ പേര്. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എതിർ പ്രാർത്ഥിക്കുക, എതിരായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പൊ തന്നെ ഈ നമ്മുടെ അജയ്, എനിക്ക് എല്ലാവരും പേരെടുക്കാം, അപ്പൊ അറിയാവുന്നൊരു പേരൊക്കെ പറയാം, അത് കുഴപ്പമില്ല. അപ്പൊ അജയ് നമ്മുടെ ലിബിൻ അല്ലെങ്കിൽ ബ്ലസൻ, അവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ്. ആണോ? ഭയങ്കര ശത്രുക്കളാണ്. അപ്പൊ അജയ് വിചാരിക്കുക ബ്ലസൻ ഇങ്ങനെ അടിച്ചടിച്ചങ്ങ് കയറി പോവാ. അജയ് ഇപ്പൊ പണിയില്ല, കോൺട്രാക്ട് കിട്ടുന്നുമില്ല, കടത്തിന് മണ്ടയ്ക്ക് കടം, അവന് ശത്രുവാ എന്റെ. അപ്പൊ അവനെ തറ പറ്റിക്കണം. അപ്പം 3 റെനി പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റേ 7 ദിവസം ഉപവാസ പ്രാർത്ഥന വീട്ടിൽ തന്നെ വെക്കണം. എന്നാ വിഷയം? അത് ഞാനും കടത്തവും തമ്മിലുണ്ട്. പാസ്റ്ററോട് പറയാൻ പറ്റുമല്ലോ ബ്ലസ്സം തകരാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നതെന്ന്.
അതിന്റെ പേരാ മന്ത്രവാദം. അതിന്റെ പേരാ മന്ത്രവാദം. എതിരായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എങ്ങനെയുള്ള പ്രാർത്ഥനയാ? സംഗതി കരണ്ട് പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ അയൽവക്കക്കാരൻ വിശ്വാസി ഒരാളെ ശരിക്കും നോക്കിയില്ലെങ്കിൽ 50 രൂപ അല്ലെങ്കിൽ 1000 രൂപ കടം ചോദിച്ചിട്ട് ആ പൈസ തന്നില്ലെങ്കിൽ, ഇനിയും 10,000 രൂപ കടം മേടിച്ചിട്ട് കൃത്യസമയത്ത് മടക്കി തന്നില്ലെങ്കിൽ ഉടനെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ നീ അവനെ സന്ദർശിക്കണേ. എന്റെ ഭാഷ പറഞ്ഞ കർത്താവെ കൂനിച്ചു നിർത്തി അവന്റെ മുതുകിന് നല്ല ഇടി കൊടുക്കണേ, എന്റെ മുന്നിൽ അവൻ മുട്ടുകുത്തണം. അപ്പൊ ഹാമേൽ പ്രാർത്ഥിച്ചത്, നമ്മുടെ ഒന്നും പ്രാർത്ഥന അങ്ങനെയാകരുത്. കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട് പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിച്ചേ? ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും, എന്തെന്നാൽ സ്വർഗസ്ഥനായ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി മാറേണ്ടതിന്. അപ്പൊ പുത്രന്മാര് പ്രാർത്ഥിക്കുന്നത് ക്ഷമിക്കാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങൾ പുത്രനാണോ പുത്രിയാണോ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മൾ പുത്രനാണെങ്കിൽ ക്ഷമിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. എന്നോട് ഞാൻ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കാലം ചെയ്ത തീമോഥെയോസ് മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത ബാബ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഈ ജപി സാറേ, നിങ്ങള് ഈ കർത്താവിന്റെ പ്രാർത്ഥന എന്നെ ചൊല്ലാത്തെ? നമ്മൾ കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലൂ? കർത്താവിന്റെ പ്രാർത്ഥന അതിനാ നമുക്കത് നിശ്ചിതമാണ് അല്ലേ? അത് ചൊല്ലിയാൽ എന്തോ വലിയ അപരാധം, അങ്ങനെയല്ലേ സന്നിച്ചോ? നമുക്കത് അങ്ങനെ വലിയ ഒരു അപരാധം പോലെ കർത്താവിന്റെ പ്രാർത്ഥന. നിങ്ങളെ കർത്താവിന്റെ പ്രാർത്ഥന ചൊല്ലാൻ അറിയാവുന്നവരുണ്ടോ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ പേടിയോ? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയും ഞങ്ങളെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളത് തന്നെ. ഇതിനകത്ത് എന്നാ തെറ്റ്? ഒരു കുഴപ്പമില്ല, ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇത് ചൊല്ലാത്ത? ഇത് ചൊല്ലുമെങ്കിൽ നാവ് പൊള്ളും. ഈ പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ നാവ് പൊള്ളും. ഈ പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ ഹൃദയത്തിനകത്ത് കുത്തലുണ്ടാകും. ഞാൻ ആ തിരുമേനിയോട് പറഞ്ഞ കാര്യം ഇത്, എന്റെ പൊന്നു തിരുമേനി, ഇത് ഞങ്ങൾക്ക് ചൊല്ലാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ല. ഇത് നാവ് പൊള്ളിക്കുന്നതാ. മനസാക്ഷി കുത്തുള്ളവൻ, മനസാക്ഷി ക്രമീകരിക്കാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നോട് അതേ ചോദിച്ചു, ഞങ്ങൾക്ക് മനസാക്ഷിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മനസാക്ഷിയില്ല എന്നൊന്നും തിരുമേനിയോട് പറയത്തില്ല. അത് തിരുമേനിയും ദൈവം നമ്മെ തീരുമാനിച്ചാൽ മതി. അപ്പോ മനസ്സിനകത്ത് കുത്തുകൊള്ളും ഈ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിച്ച് ഇതിനകത്ത് എവിടെയെങ്കിലും മറ്റവനെ ശിക്ഷിക്കാൻ വേണ്ടി, എതിരാളിയെ തറ പറ്റിക്കാൻ വേണ്ടി ഒരു വാചകമെങ്കിലും നിങ്ങൾ കാണിക്കാവൂ. നമ്മുടെയൊക്കെ പ്രാർത്ഥന എങ്ങനെയാ? നിങ്ങൾ ഈ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. അപ്പച്ചേ, ഇപ്പൊ 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ വേണ്ടി ദിവസം ഈ 1 മണിക്കൂറിനിടയിൽ എത്ര മിനിറ്റ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 1 മണിക്കൂർ പ്രാർത്ഥിക്കാനിരുന്നാൽ 50 മിനിറ്റ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്നെ അനുഗ്രഹിക്കണേ, എന്റെ ഭാര്യയെ അനുഗ്രഹിക്കണേ, എന്റെ മക്കളെ അനുഗ്രഹിക്കണേ, എന്റെ മരുമക്കളെ അനുഗ്രഹിക്കണേ, എന്റെ കൊച്ചുമക്കളെ അനുഗ്രഹിക്കണേ, എനിക്ക് അത് തരണേ, ഇത് തരണേ എന്നൊക്കെ, വണ്ടി തരണേ, വള്ളം തരണേ, വീട് തരണമേ, വിദേശ രാജ്യത്ത് അയക്കണേ, ശത്രുവിനെ ജയിക്കാൻ കൃപ തരണമേ, ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ കർത്താവിന്റെ പ്രാർത്ഥനയിലും ഇതൊന്നുമല്ല പ്രാർത്ഥിച്ചത്. കർത്താവ് പറഞ്ഞത്, ആദ്യം നിന്റെ നാമം മഹത്വമാകണം. 2, ആവശ്യത്തിന് എന്നെ സഹായിക്കണം. മറ്റുള്ളവനോട് ക്ഷമിക്കാനുള്ള കൃപ തരണം. പിശാചിന്റെ ആക്രമണങ്ങളിൽ അകപ്പെടാതെ, ടെംപ്ടേഷനിൽ, അങ്ങനെ ഒരു പ്രയോഗം ഇംഗ്ലീഷ് ഭാഷകളിൽ, പ്രലോഭനങ്ങൾ, ഞാൻ പ്രലോഭിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് എന്നെ വിടുവിക്കണം. പിശാചിന്റെ നിങ്ങളുടെ ആത്മജീവിതത്തെ തകർക്കുന്ന ഏറ്റവും വലിയ തന്ത്രം പിശാചിന്റെ എന്താണെന്നറിയാവോ? നിങ്ങളുടെ കുടുംബജീവിതത്തെ തകർക്കുക എന്നുള്ളത്. ഞാൻ പറയാൻ മനസ്സിലായി.
പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയാൻ, നിങ്ങളുടെ മനസാക്ഷിയെ കളങ്കപ്പെടുത്താൻ, നിങ്ങളുടെ ആത്മീയ കാഴ്ചപ്പാടിനെ നശിപ്പിക്കാൻ അവൻ എടുക്കുന്ന ഒന്നാമത്തെ തന്ത്രം നിങ്ങളുടെ കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവമക്കൾ ആ തന്ത്രം മനസ്സിലാക്കണം. അതാ അപ്പോസ്തലന്മാർ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ. അപ്പൊ നമുക്ക് ഈ തന്ത്രമൊക്കെ അറിയാം, പിശാചിന്റെ തന്ത്രങ്ങൾ മുഴുവൻ നമുക്കറിയാം, അവന്റെ കുതന്ത്രങ്ങൾ നമുക്കറിയാം. പക്ഷെ നമ്മൾ അതിനൊന്നും വലിയ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊന്നും നമ്മൾ വില കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ ആദ്യം അവന്റെ തന്ത്രം തിരിച്ചറിയണം. ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവകൃപയുടെ നെറുകയിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക, അതിന്റെ കൊടുമുടിയിലേക്ക് നിങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ അവസരത്തിൽ ദൈവമക്കൾ അവന്റെ തന്ത്രം തിരിച്ചറിഞ്ഞ് അവനോട് പൊരുതണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ആവശ്യങ്ങൾ ഉണർത്തിക്കാൻ വേണ്ടി മാത്രമല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമക്കൾ ദൈവസേനയിൽ വന്നിരുന്ന് പോരാടാൻ വേണ്ടിയുള്ള ഒരു ഉപാധി കൂടിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആയുധമെടുത്ത് പോരാടുന്ന രാത്രി ആയിത്തീരണം. ഈ രാത്രി വെറുതെ കുറെ നേരം വന്നിരുന്നു ഒരു പ്രഭാഷണമൊക്കെ കേട്ട് ചില രസിച്ച് ചിരിച്ച് എഴുന്നേറ്റ് ഉല്ലസിച്ച് പോകുന്ന അവസ്ഥയാകരുത്. ഇതൊരു പോർക്കളമാണ്, ഇതൊരു യുദ്ധക്കളമാണ്. ഇവിടെ നീ പോരാടാൻ തയ്യാറായില്ലെങ്കിൽ അവൻ നിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കും. പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ല, നമുക്കറിയാം. പക്ഷെ നമ്മൾ നിനക്ക് കാര്യമാക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഹാബേല് കയീൻ സന്ദർശിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലെ, ഈ കയീൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോ, ഞാൻ വളരെ നിങ്ങൾ ഇച്ചിരി ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. കയീൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോ, ഞാൻ ഈ മാസത്തിലെവിടെയോ എന്റെ സഭയിൽ ഈ കാര്യം പറഞ്ഞു. കയീൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞപ്പോ ദൈവം പറഞ്ഞു, എന്നാ പറഞ്ഞേ ആന്റി? ദൈവം കയ്യിനോട് പറഞ്ഞത് ഒരു ശാപം കൊടുത്തു, അല്ലേ? നീ ശപിക്കുക. നമ്മുടെ ഒറ്റ ഭാഷ പറഞ്ഞാൽ നീ ശപിക്കപ്പെട്ടു. നീ ഉഴറി അലഞ്ഞ് നടക്കും. ഉഴറി അലഞ്ഞ് നടക്കാന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? ലക്ഷ്യമില്ലാതെ ചെല്ലുന്നിടത്തു നിന്നൊക്കെ ആട്ടിപ്പായിക്കപ്പെടും. പക്ഷെ കയ്യിൽ ആട്ടിപ്പായിക്കപ്പെട്ടോ? ഇല്ല. നിങ്ങൾ കൈ ആ 4 മുതലുള്ള അധ്യായങ്ങൾ വായിച്ചു നോക്കൂ. കയ്യിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചോ? പരാജയം സംഭവിച്ചോ പാസ്റ്റേ? ഇല്ല. അനുഗ്രഹമല്ലേ ഉണ്ടായില്ലോ അച്ഛാ? അനുഗ്രഹം ഉണ്ടായി. കയ്യിന് ഒരു മകനുണ്ടായി. ആ മകന്റെ പേര് പറയാമോ? ഹാനോക്ക്. ഹാനോക്ക് ജനിച്ചു കഴിഞ്ഞപ്പോ നോദിൽ ചെന്നു, ഒരു പെണ്ണിനെ പിടിച്ച് കല്യാണം കഴിച്ചു. അവർക്ക് 2 പേർക്കും ഒരു കുഞ്ഞ് ഉണ്ടായി. ആ കുഞ്ഞിനെ ഹാനോക്ക് എന്ന് പേരിട്ടു. ഹാനോക്ക് ജനിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര കാശുകാരനായി. ഈ പിള്ളേരൊക്കെ ജനിച്ചു കഴിയുമ്പോ പെന്തക്കോസുകാരുണ്ട്, ഓടി എങ്ങോട്ട് പോകും? ഫോണിൽ വിളിക്കും പെട്ടെന്ന്. ഇപ്പോ ഉണ്ടല്ലോ, എടി നീ ആ കലണ്ടറൊന്ന് എടുത്ത് മനോരമ, എന്നിട്ട് അതിന് താഴെ എന്നാ എഴുതിയേക്കുന്നത്, ഏത് നാളാണെന്ന്. അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന 28. ഇപ്പൊ നാളുകളെ കുറിച്ചൊന്നും പ്രസംഗിക്കാൻ സമയത്ത് വല്ലപ്പോഴും ഞങ്ങളുടെ സഭയിൽ വന്നാൽ മതി, അന്നേരം കേൾക്കാം. ഒരു ഇതുകൂടി ഇരിക്കണം. എനിക്ക് ഒത്തിരി നമ്മളൊക്കെ സാധാരണ ഈ പെന്തക്കോസ്തുകാരും നോക്കുന്നവരുണ്ടായിരിക്കും, അല്ലെ? ജ്യോതിഷന്മാരുടെ അടുക്കലൊക്കെ ആരും കാണാതെ എടമള്ളൂർ വിഷ്ണു നമ്പൂതിരിയെ, കോയിപ്പുറം നാരായണനെ ഒക്കെ പോയി കാണുന്നവരൊക്കെ ഉണ്ടാകാം. ചിലപ്പോൾ ഇപ്പോൾ വാട്സാപ്പിനകത്തൊക്കെ ആണല്ലോ, അതുകൊണ്ട് ആരും അറിയത്തില്ല. പോട്ടെ. അപ്പോ നാളെ നോക്കി, സമയം പോയി, എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് ഞാൻ പറഞ്ഞ നിർത്താം. അപ്പൊ നാളെ നോക്കിയപ്പോ ഹാനോക്കിന് നാളെ കൊള്ളാം. ചെറിയ ബിസിനസ് അങ്ങോട്ട് ആരംഭിച്ചു, ചെറിയ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. വലിയ പട്ടണം പണിതു. വലിയ പട്ടണം പണിത് കഴിഞ്ഞപ്പോ ആ പട്ടണത്തിന് മകന്റെ പേരിട്ടു. പട്ടണത്തിന്റെ പേരെന്നാ? ഹാനോക്ക്. ഹാനോക്കിന് മക്കളുണ്ടായി. ഇങ്ങനെ വന്നു, മെതിശേലൊക്കെ ജനിച്ചു. ഇങ്ങനെ വന്ന് ലാമേക്കിലെത്തി. ലാമേക്ക് കല്യാണം, 2 ഭാര്യമാരെ. ഇവിടെ 2 ഭാര്യമാരുള്ളവരുണ്ടോ?
ലാമക്ക് 2 ഭാര്യമാരെ കഴിച്ചു. 2 ഭാര്യമാർക്കും മക്കളുണ്ടായി. ഒരുത്തൻ വലിയ സ്വർണം, ചെമ്പ്, വെള്ളി, ഇരുമ്പ് തുടങ്ങിയവയുടെ വലിയ ഹോൾസെയിൽ കച്ചവടക്കാരൻ. വേറൊരുത്തന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഉപജ്ഞാതാവായി. പരാജയം വല്ലതും ഉണ്ടായോ? പരാജയം വീണുപോയോ ആരേലും? ഇല്ല. ഹാബേലിലൂടെ കിടന്ന് പ്രാർത്ഥിക്കുക. ഹാബേലിന്റെ രക്തം എന്നാ പ്രാർത്ഥിക്കുന്നേ? നീ അവനെ സന്ദർശിക്കുക. ഒന്നും വന്നില്ല. തൊട്ടപ്പുറത്ത് ഒരു കുടുംബമുണ്ട്, ഷേത്തിന്റെ. അവിടെ 300 വർഷം ദൈവത്തോടു കൂടെ ജീവിച്ച ഒരു ഹാനോക്ക്. ആ ഹാനോക്കിന് മക്കളുണ്ടായി. എന്തെങ്കിലും നേട്ടം പറയാനുണ്ടോ? നിങ്ങൾ വേദവസം വീട്ടിൽ പോയി വായിച്ചേ. ഒരു നേട്ടവും അവിടെ ഇല്ല. പട്ടണം പണിതില്ല, കൺസ്ട്രക്ഷൻ മുതലാളിമാരായില്ല, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച ഉണ്ടായില്ല, ബിസിനസ്സുകാരനായില്ല. ഇവരെപ്പോഴും ഇങ്ങനെ കൊട്ടിപ്പാടി എന്തായാലും ചെയ്യാമേ ദൈവത്തെ സ്നേഹം പറഞ്ഞ് ഇങ്ങനെ പോകും. പക്ഷേ ഹാബേലിന്റെ രക്തം ഇപ്പോഴും കിടന്ന് നിലവിളിക്കുക, കർത്താവെ സന്ദർശിക്കണേ, സന്ദർശിക്കണേ. കുറെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഹാബേല് സ്വർഗത്തിൽ ഇരുന്നോണ്ട് ചിലപ്പോ ചോദിച്ചു കാണും, ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ട് എന്നാ നടന്ന് കർത്താവെ? നിങ്ങളും ചോദിക്കുമല്ലേ ചില സമയത്ത് പ്രാർത്ഥിച്ചിട്ട്? ഇത്രയും പ്രാർത്ഥിച്ചിട്ട് 7 ദിവസം, 6 ദിവസമായി, ഒന്നും കണ്ണിന് മുമ്പിൽ കാണാൻ ഒന്നുമില്ലല്ലോ കർത്താവേ. ഒന്നും കാണുന്നില്ലല്ലോ. നിരാശയല്ലാതെ, വേദനയല്ലാതെ, ടെൻഷൻ വർദ്ധിക്കുന്നതല്ലാതെ, ബ്ലഡ് പ്രഷർ കൂടുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവേ. ദൈവം പറഞ്ഞു, നിക്കേ, ധൃതി പിടിക്കാതെ. ദൈവമക്കളുടെ സഹിഷ്ണുതയോടെ ദൈവത്തിന് കാത്തിരുന്നേ ദൈവപ്രവൃത്തി കാണാൻ പറ്റും. സഹിഷ്ണുതയോടെ കാത്തിരുന്നേ. ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ദൈവത്തിനൊരു സമയമുണ്ട്. നിന്റെ സമയത്ത് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നീ വാശി പിടിക്കാതെ, ഹാബേലേ നീ നിലവിളിക്ക്, നിലവിളി നീ നിർത്തരുത്. എനിക്ക് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. നിന്റെ മക്കളുടെ ജീവിതത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. നിന്റെ സഭയിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. നിന്റെ കുടുംബജീവിതത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. നിന്റെ സാമ്പത്തിക വിഷയത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ട്. നിന്റെ രോഗത്തിൽ എനിക്ക് പ്രവർത്തിപ്പാൻ, എന്റെ കരം നീട്ടാൻ എനിക്കൊരു സമയമുണ്ട്. ഇങ്ങനെ ആടിപ്പാടി തിമിർത്ത് മൂക്കുമുട്ട തിന്നിയമ്പക്കം വിട്ട് ബാക്കി വഴിയിൽ വലിച്ചെറിഞ്ഞ് ഇങ്ങനെ ആർമാരിച്ച് ജീവിച്ചവൻ ഒരു വെള്ളപ്പൊക്കം വന്നപ്പോ തീർന്നു. സത്യം ഞാനീ പറയുന്നു. റാന്നിയില് ഒരു ഒരു ദൈവദാസന്റെ മകനുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. 5 പൈസ ആർക്കും കൊടുക്കത്തില്ല. എന്നെ ഭയങ്കര കാര്യമായി. ഈ നല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ ആൾക്കാരെ ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുന്ന ഉപദേശിമാര് ആളിന്നേരം കണ്ട അകത്ത് കയറ്റുള്ളൂ. ഈ ചുമന്ന അവിടെ തൊടാമിച്ചിട കയറ്റിയിരിക്കുന്നത് ബൈബിളും പിടിച്ചോണ്ട് ഒരു മുണ്ടും ഒക്കെ കൊടുത്തോ, എന്നെ പോലെ ഒരു മുണ്ടും ഒക്കെ കൊടുത്തോണ്ടാ ഒരു ദൈവദാസൻ തരുന്നെങ്കിൽ മുറ്റത്ത് നിന്നോളാം. അകത്തോടെ കയറാൻ വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് അകത്ത് കയറി പോയിട്ട് പഴകി ഒരു 10 രൂപയോ 50 രൂപയോ എടുത്തോണ്ട് വന്ന് കൊടുക്കും. ഇച്ചിരി ഗിൽറ്റൊക്കെ ഇട്ട ബൈബിളാ കൊടുത്തോണ്ട് വരുന്നെങ്കിൽ സിറ്റ് ഔട്ടിനകത്ത് കയറ്റി. കാറയില വരുന്നെങ്കിൽ ഞാനൊരു പ്രാവശ്യം അവിടെ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു 2 മാസം കൂടുമ്പോൾ എന്നെ വിളിച്ച ഒരു പ്രസംഗമൊക്കെ കേട്ട് പോരാൻ നേരം ഒരു കവറൊക്കെ തന്നെങ്കിൽ വിളി. ഞാൻ ചോദിച്ചു, എനിക്ക് തരുന്ന പോലെ മറ്റുള്ളവർ കൊടുത്താൽ എന്നാ കുഴപ്പം? അപ്പൊ എന്നോട് പറയും, എന്നെ നീ എടാന്നൊക്കെയാ വിളിക്കുന്നത്. നിനക്ക് തരുന്നത് വേറെ, അപ്പന്മാർക്ക് കൊടുക്കുന്ന ഒരു ഫാഷന മോനാ. വെള്ളം ഇങ്ങോട്ട് വന്ന് അന്ന് 2000 നോട്ടുണ്ട്.
അലമാരിക്ക് ഈ വെള്ളം അങ്ങോട്ട് ഈ താഴത്തെ നിലയിൽ നിന്ന് അങ്ങോട്ട് കയറി മുകളത്തെ നിലയിൽ അലമാരി പൊക്കി എടുത്തോണ്ട് ഈ ഇളക്കി എടുത്തോണ്ട് ലോക്കറും കൊണ്ട് മോളിൽ കയറി. പക്ഷെ വെള്ളം കയറി. വെള്ളം എല്ലാവരും ഈ ഒരു ദിവസം എന്നെ വീഡിയോ കോൾ വിളിച്ചു. ഞാൻ തിരുവാർപ്പിരിക്കും. വീഡിയോ കോൾ വിളിച്ചിട്ട് പറയാം, ഞാൻ കിടക്കുന്ന കണ്ടോടാ നീ. ഞാൻ നോക്കുമ്പോ റാണി ദുരിതാശ്വാസ ക്യാമ്പിൽ ആകപ്പാടെ നാറി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പളപളാന്നുള്ള ഉടുപ്പും ഒക്കെ ഇട്ട് വരുന്നവർക്കൊക്കെ നല്ല ഇത് കൊടുക്കുന്നവന് ഇപ്പം പിച്ചക്കാരുടെ കിടക്കുന്ന പോലെ പിച്ചക്കാരനാക്കി ദൈവം. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാനൊരു സമയമില്ലേ? എത്രയോ ദൈവദാസന്മാരുടെ കണ്ണുനീര് ആ വീടിന്റെ മുറ്റത്ത് വീണിട്ടുണ്ട്. അന്ന് ദൈവം കുറിച്ചു, എന്റെ ദാസനെ നീ പിച്ചക്കാരനാക്കിയെങ്കിൽ നിന്നെ ഞാൻ പിച്ചക്കാരനാക്കുവാണ്. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കാനൊരു സമയമുണ്ട്. അപ്പൊ ഹാബേൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. പക്ഷെ ദൈവം പ്രവർത്തിക്കേണ്ട സമയമായപ്പോ, അപ്പൊ നിങ്ങൾ ധൃതി പിടിക്കില്ല കേട്ടോ. ദൈവം തക്ക സമയമാകുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരിക്കും. എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? ദൈവം തക്ക സമയത്ത്, ദൈവത്തിന് ഒരിക്കലും സമയം തെറ്റത്തില്ല. ദൈവത്തിന് ഒരിക്കലും ദൈവം നേരത്തെ വരത്തില്ല, ദൈവം വൈകിയും വരത്തില്ല. കറക്റ്റ് ടൈമിൽ ദൈവം. ഈ പത്രോസിന്റെ ലേഖനത്തിൽ വാക്യം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എന്നറിയാം? 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ അവിടെ പറയുന്ന ഒരു ഭാഗം തക്ക സമയം. ആ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും. തക്കതായിട്ട് ദൈവം പ്രവർത്തിക്കും. ആ പ്രവർത്തനത്തിനകത്ത് അല്പം പോലും ന്യൂനം ഉണ്ടാകത്തില്ല, അല്പം പോലും ഫാൾട്ട് അതിനകത്ത് വരത്തില്ല. അവൻ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ട സമയത്ത് നിന്റെ ജീവിതത്തിൽ ചെയ്തിരിക്കും. ആ ദൈവപ്രവൃത്തിയെ തടയാൻ ഈ ലോകത്തിലുള്ള ഓരോ ശക്തികൾക്കും, കൊടിയ മന്ത്രവാദികളായാലും ആവാഹിച്ച് അഴിച്ചുവിടുന്ന ദുർദേവതകളായാലും ഈ ലോകത്തിലുള്ള നേർച്ച കാഴ്ചകളോ പൂജകളോ ബിംബങ്ങൾക്കോ അതിൽ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾക്കോ ദൈവത്തിന്റെ ആ പ്രവൃത്തിയെ തടയാൻ ഒരിക്കലും കഴിയത്തില്ല. അപ്പം ദൈവത്തിന്റെ സമയത്ത് ദൈവം ശക്തമായി ഇടപെട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ കണ്ടോ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാക രക്തം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ രക്തം എന്താ സംസാരിക്കുന്നത്? ഇവരോട് ക്ഷമിക്കണം, ഇവരോട് ക്ഷമിക്കണം. നിങ്ങളുണ്ട് യേശു കർത്താവ് ഈ നമ്മള് സുവിശേഷം വായിക്കുമ്പോൾ 4 സ്ഥലത്ത് യേശു ക്രിസ്തുവിന്റെ രക്തം 7 തവണ ഇറ്റു വീണിട്ടുണ്ട്. 4 സ്ഥലത്ത് 7 തവണ യേശുവിന്റെ രക്തം വീണിട്ടുണ്ട്. അതിൽ ആദ്യം വീണത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇപ്പൊ സുവിശേഷം വായിച്ചിട്ടുള്ളവര് ഗെത്സമനയിൽ അടിച്ചു വീഴ്ത്തിയ രക്തമാണോ? പിന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞേ. പ്രാർത്ഥിച്ച് വീണ രക്തമാണ്. പ്രാർത്ഥിച്ച് വീണ രക്തം. അവിടെ യേശു കർത്താവ് പ്രാർത്ഥിച്ച് രക്തം വീഴ്ത്തത്തക്ക എന്താ ഉണ്ടായത്? ടെൻഷൻ അടിക്കാൻ വേണ്ടി എന്നാ ഉണ്ടായത്? അവിടെ യേശു കർത്താവ് എന്താ പ്രാർത്ഥിച്ചേ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പോയത് അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി. അവിടുത്തെ പ്രാർത്ഥന വിഷയം എന്തായിരുന്നു? പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് അറിയാം നാഴിക. ഈ ദൈവത്തിന്റെ നാഴിക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? ദൈവത്തിന്റെ സമയം നിങ്ങൾ എങ്ങനെയാ തിരിച്ചറിയുന്നത്? അതിനൊറ്റ വഴിയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ ഇരിക്കണം. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ ദൈവം നമ്മോട് സംസാരിച്ചിരിക്കും. നമ്മൾ പലപ്പോഴും ഈ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി വന്നിരിക്കുമ്പോ സാധാരണ നിലയിലാണ് നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചു അല്ലേ? പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ആരൊക്കെ ഉണ്ടാവും? പ്രാർത്ഥിക്കാന് അജയ്യുടെ അപ്പൻ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കി അല്ലെ? കസരയിരുന്നല്ലോ പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ.
മുട്ടയെ കമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നാമത് കോച്ചും കൊളുത്തും. പക്ഷേ ഞങ്ങൾ ഇരിക്കും, പക്ഷെ എഴുന്നേക്കത്തില്ല. എങ്ങനെ ഇരിക്കാം, പക്ഷെ എഴുന്നേക്കാൻ പറ്റത്തില്ല. അപ്പൊ കസേരയാണ് ഇരിക്കുന്നത്, ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. ഇപ്പൊ നമ്മുടെ ഈ അപ്പത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കുക. അപ്പത്തിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ ഉണ്ട് ഇപ്പോ? നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അച്ഛൻ കാണുന്നുണ്ടോ? അടുത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളത്? ഫാസ്റ്റ് എടുക്ക. സന്നിധാന്റെ അടുത്ത് ആരൊക്കെ ഉണ്ടെന്ന് പ്രാർത്ഥിക്കായിരിക്കല്ലേ? ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ? ഞാൻ മാത്രമേ ഉള്ളൂ പാസ്. ചില ഈ സഹോദരന്മാരൊക്കെ എന്നോട് ഒന്ന് പറയും, എന്നെ പൊന്നു പാസ്, എന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ എന്റെ അച്ചായൻ പോലും വന്ന് എന്റെ കൂടെ ഇരിക്കത്തില്ല. ഞാൻ തന്നെ ഈ തുഴച്ചിലെല്ലാം തുഴയുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഏറ്റവും അടുക്കൽ പിതാവ് ദൈവമുണ്ട്, പുത്രനായ ക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അറ്റ്ലീസ്റ്റ് എത്ര ദൂതന്മാരെങ്കിലും കാണും? മൂന്നാലെണ്ണം കാണും. അച്ഛൻ്റെ കണക്കിൽ 4 ദൂതന്മാർ. അപ്പൊ എത്ര പേരായി? 7 പേര്. തീർന്നോ? പിന്നെ ആരുണ്ട്? പിശാചം. എത്ര പിശാചുകളുണ്ട്? അതാ പ്രശ്നം. അതാ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് രാത്രി എത്ര പിശാചുകളുണ്ട്? 33 കോടി ദേവതകള്, 12,737 അസുരഗണങ്ങള്, പിന്നെ ദേവതകൾ വേറെ, ദുർദേവതകൾ വേറെ, കുരിയാനകളിലും അമ്പലങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും വ്യാപരിക്കുന്ന ഭൂത പ്രേത പിശാചുകൾ വേറെ, പിന്നെ കാളി കൂളി കാട്ടുപിശാച മറുത, പിന്നെ ഇങ്ങനെ എക്സെട്ര എക്സെട്ര എക്സെട്ര. നിങ്ങളൊക്കെ ചിരി കണ്ടിട്ട് പറയും, ഫാസ്റ്റ് കുറച്ച് പ്രവചനാത്മാവുണ്ടോ, എന്നെ കുറിച്ചാണോ ഈ പറഞ്ഞത് അല്ലെ? ചില രാജാമാരൊക്കെ ഭാര്യമാരെ വിളിക്കുന്ന പേരെന്നെയാ. എടി ഭദ്രകാളി, എടി മറുതെ. അപ്പൊ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്ന എന്നാ? എടാ കാല. അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ഈ സാധനങ്ങളെല്ലാം വന്ന് ഇങ്ങനെ നിന്നെ അമർത്തി. അതുകൊണ്ട് ചിലപ്പോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവമക്കളിൽ ചിലർ ഉറങ്ങിപ്പോകും. ചില ശരീരത്തെ കൈകാലുകളിട്ട് കുടഞ്ഞു പോകുന്ന അനുഭവങ്ങൾ വരുന്നു. നാവ് പിഴയ്ക്കുന്നു, നാവ് താഴുന്നു, അധരത്തിലെ വെള്ളം വറ്റുന്നു, തലയിലൂടെ പേന് എരയുന്നത് പോലെ തോന്നുന്നു, പുറത്തൂടെ എന്തൊക്കെയോ ഇങ്ങനെ എഴഞ്ഞു നടക്കുന്നത് പോലെ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നു, റേഞ്ച് നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവത്തോടുള്ള സംഭാഷണം ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നു. കാരണം എന്താണ് ആരെങ്കിലും അറിയുന്നോ? അതിനെ ജയിക്കാനാ യേശുവിന്റെ രക്തം. അതിനെ ജയിക്കാനാ യേശുവിന്റെ രക്തം. നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടപ്പെട്. യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ ചുറ്റും കാവൽ നിൽക്കേണ്ടതിന് ഒരു അഗ്നിമതിൽ പോലെ, ഒരു കോട്ട പോലെ ആ രക്തം നിന്നെ വകഞ്ഞ് ചുറ്റി ഉയർന്നു നിൽക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ആ രക്തത്തിനകത്ത് നീയിരിക്കെ ഒരു ദേവതകളും വരത്തില്ല. ഈ വാകത്താനം, പുതുപ്പള്ളി തുടങ്ങിയുള്ള ഈ പ്രദേശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നാന്നറിയാമോ? അമ്പലവും പള്ളിയും ഒത്തിരി കൂടുതലുണ്ട്. അതൊക്കെ ശരി, അതൊന്നുമല്ല. അതിനേക്കാൾ പരമപ്രധാനമായ മറ്റൊരു സംഭവമുണ്ട്. ഇത് പിശാച് സിംഹാസനം ഇട്ടിരിക്കുന്ന ഇടം. പറഞ്ഞ മനസ്സിലായി? ഇവിടം പിശാച് സിംഹാസനം ഇട്ടിരിക്കുന്ന ഇടം. ഞാനൊരിക്കൽ ഇങ്ങനെ പുതുപ്പള്ളി കൂടെ പോയപ്പോൾ, ഈ കഴിഞ്ഞ വർഷം ഇവിടെ പള്ളിയുടെ പെരുന്നാട് ഇങ്ങനെ നടക്കുമ്പോൾ, അപ്പൊ ഒരു മൈക്ക് അവരിങ്ങനെ റാസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പൊ ഞാൻ എവിടെയോ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ സന്ധ്യക്ക് ഇങ്ങനെ ക്ഷീണിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്നവിടെ ബ്ലോക്കിനകത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടി പോവാം. പുകഴ്പെരിയോൻ പുതുപ്പള്ളി തന്നിൽ വാഴുന്ന വർഗീസ്
പാൽവർണ്ണ കുതിരലേറി താനൊരു നാൾ പോയൊരു നേരം താനറിയാതുള്ളൊരു സർപ്പം കുതിരയുടെ കാലിൽ ചുറ്റി, പിന്നെ എക്സെട്ര എക്സെട്ര എക്സെട്ര. ബാക്കി പാട്ടൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ലേ, പണ്ട് ഒത്തിരി പാടിയിട്ടുള്ളതല്ലേ. അപ്പൊ കണ്ടോ, പുകൾ പെരിയോർ പുതുപ്പള്ളി തന്നിൽ വാഴുന്ന ഗീവറീസ്. അപ്പൊ ഇതൊക്കെ ഇവിടെ എന്നാ ചെയ്യുന്നേ? എങ്ങനെയാ വാഴുന്നേ? സിംഹാസനം വിട്ട്. നിങ്ങൾ നോക്കിയ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ നീ പാർക്കുന്ന പെർഗമോസിലെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ അവിടെ പറയുന്ന നീ പാർക്കുന്നത് എവിടെയാണെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. അന്തിപ്പാസിനെ അവർ കൊന്നുകളഞ്ഞു. ഈ അന്തിപ്പാസ് എന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ, സമയം ഇങ്ങനെ ഒത്തിരി പോകും. അന്തിപ്പാസ് എന്ന വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? എതിരെ നിൽക്കുന്നവൻ. ആർക്കെതിരെ നിൽക്കുന്നവൻ? പെർഗമോസിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ഇസബേലിനെയും അതിന്റെ വ്യാപാരി ശക്തികൾക്കും എതിരെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ദൈവജനത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഒരു അന്തിപ്പാസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ദേശത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തൻ ഉണ്ടായിരുന്നപ്പോ ആദ്യം പിശാചിന് അവിടെ ആധിപത്യം സ്ഥാപിക്കണമെങ്കിൽ, ആദ്യം പിശാചിന് അവിടെ ജയമെടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവനെ തകർക്കണം. പ്രാർത്ഥനാ ജീവിതമുള്ള ഏതൊരു മനുഷ്യനെയും നിങ്ങൾ ജീവിതത്തിൽ പരിശോധിച്ച് നോക്കിക്കോ. അവന്റെ ജീവിതത്തിൽ എതിർപ്പുകളുണ്ട്. ഒന്നുകിൽ അവൻ ഏതെങ്കിലും രോഗത്തിന് അടിമയായിരിക്കും, അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നവരായിരിക്കും. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല. അന്തിപ്പാസിനെ അവർ കൊന്നുകളഞ്ഞു. പ്രാർത്ഥിക്കുന്നവനെ, പിശാചിനെതിരെ നിൽക്കുന്നവനെ, പിശാചിനോട് പോരാടുന്നവനെ അവർ ആദ്യം തകർത്തു കളഞ്ഞു. അപ്പൊ ഈ സിംഹാസനം മറിച്ചിടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം? ഇപ്പൊ പ്രാർത്ഥിക്കുന്ന ഈ ശൈലിയിൽ പ്രാർത്ഥിച്ചാൽ മതിയോ? പോരാ. ഈ പ്രാർത്ഥന പോരാ. പോരാടി പ്രാർത്ഥിക്കണം ദൈവമക്കൾ. പോരാടി പ്രാർത്ഥിക്കണമെങ്കിൽ ശത്രുവിനെ കാണാൻ നിന്റെ അകക്കണ്ണ് തുറക്കണം. മുമ്പിൽ നിൽക്കുന്ന ശത്രുവിനെ കാണാൻ അകക്കണ്ണ് തുറന്ന് ദൈവമക്കൾ ഒരിക്കലും അലസന്മാരായിട്ടിരിക്കത്തില്ല. അവനിങ്ങനെ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിച്ച് അവൻ ക്ഷീണിച്ചു പോകത്തില്ല. പ്രാർത്ഥിച്ച് അവൻ ഉറങ്ങിപ്പോകത്തില്ല. ജീവിതത്തിന് മുന്നിൽ ഒരു പ്രതിസന്ധി കാണുമ്പോ, ജീവിതത്തിന് മുന്നിൽ ഒരു പ്രതികൂലം കാണുമ്പോ, ജീവിതം ശോധനയിലൂടെ ഊതിക്കഴിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഒരിക്കലും ഉറങ്ങി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അവർ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവർ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ദൈവമക്കൾ പോരാടി പ്രാർത്ഥിക്കുന്നവരാകണം. വാഗ്ദാനം ദൈവസഭയിലൂടെ ദൈവമക്കൾ. ഇവിടെ വാഴ്ചകളുണ്ട്, ഇവിടെ അധികാരങ്ങളുണ്ട്, ഇവിടെ സിംഹാസനസ്ഥനായിരിക്കുന്ന ദേശത്തിന്റെ അധിപതികൾ ഇവിടെ സിംഹാസനം സ്ഥാപിച്ച് ആധിപത്യം അരുളുന്നുണ്ട്. ദൈവമക്കളെ പോലും ആരാധനയ്ക്കകത്തേക്ക്, ആരാധനാലയത്തിന് അകത്തേക്ക് കടത്തിവിടാതെ വേണം വാതിൽ മറസിട്ടിച്ച് ദൈവമക്കളെ ആട്ടിയോടിക്കുന്ന പൈശാചിക വ്യാപാരങ്ങളുണ്ട്. ഇതിനെ ജയിക്കണമെങ്കിൽ ദൈവമക്കൾ പോരാടി പ്രാർത്ഥിക്കണം. നിന്റെ കുടുംബത്തിനകത്ത് ആരാധന വെളിപ്പെടാതിരിക്കാൻ, നിന്റെ ആത്മീയ ജീവിതത്തിൽ മന്ദതയിടാൻ, നിന്റെ ആത്മീയ കാഴ്ചപ്പാടിന് കെടുത്തിക്കളയാൻ, നിന്നിലുള്ള വെളിച്ചത്തെ ഊഹിക്കെടുത്താൻ പിശാചി ശക്തിയോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവമക്കൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കരുത്. അവനോട് പോരാടി പ്രാർത്ഥിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ രക്തം ഗത്സമനയിൽ വീണു. യേശുക്രിസ്തുവിന്റെ രക്തം ഗത്സമനയിൽ വീണു. രണ്ടാമത് യേശുക്രിസ്തുവിന്റെ രക്തം വീണത് പീലാത്തോസിന്റെ അരമനയിൽ. ആ അരമനയ്ക്ക് വേറൊരു പേരൂടെ ഉണ്ട്, ഗബദ. അവിടെ യേശുവിന്റെ രക്തം വീണു. യേശുവിനെ അറസ്റ്റ് ചെയ്ത് പീലാത്തോസിന്റെ കൽത്തളത്തിൽ കൊണ്ടുവന്നു. ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 24 പടിക്കെട്ടുകൾ ഇറങ്ങി ഒരു വലിയ ഹോള് പോലെ ഒരു സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. അതായി ഗബദ എന്ന് പറയും. അവിടെ ഒറ്റ നടുക്ക്, അവിടെ ധാരാളം ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഹാളിന്റെ, ആ വലിയ ഹാളിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു പീഠം പണിതിട്ടുണ്ട്. ആ പീഠത്തിൽ 2 മരക്കുറ്റികൾ, മരത്തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ മരത്തൂണിൽ 2 കയറുകൾ വളയം കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്.
കുറ്റവാളികൾ അടിക്കാൻ വിധിച്ചാൽ, ചാട്ടവാറിന് അടിക്കാൻ വിധിച്ചാൽ അവിടെ കൊണ്ടുവന്ന് ആ തൂണിൽ ഉറപ്പിച്ചിരിക്കുന്ന വളയത്തിൽ കൈ രണ്ട് ഇങ്ങനെ കയറ്റിയിട്ട് മുറുകും. എന്നിട്ട് കാലിലെ പെരുവരലിൽ നിർത്തും. എന്നിട്ട് ഇരുവശവും നിന്ന് ചാട്ടവാറിനെ അടിക്കും. ഓരോ അടി അടിക്കുമ്പോഴും ഈ കുറ്റവാളി അടി ഏൽക്കുന്നത് ആരാണോ ഇന്ന് ആ പെരുവരലിൽ കിടന്ന് നിന്ന് തൂങ്ങി വട്ടം കറങ്ങും. യേശുക്രിസ്തുവിനെ അങ്ങനെ കൊണ്ടുവന്നു. രണ്ട് കരുണയുടെ കണിക പോലും കാണിക്കാൻ ആ 24 പടിക്കെട്ടും വലിച്ചിരച്ച് യേശുവിനെ കൊണ്ടുവന്ന് ആ പീഠത്തിലേക്ക് കയറ്റി കിട്ടും. താങ്ങി എഴുന്നേൽപ്പിച്ച് ആ തൂണിൽ യേശുവിനെ തൂക്കി കിട്ടും. പെരുവിരലിൽ ഇങ്ങനെ നിന്നാടും. ഈ പെരുവിരലിൽ നിന്ന് ആടിയിട്ടുള്ളവരുണ്ട്. നിങ്ങളുടെ അച്ചായന്മാര് രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പാവങ്ങളായതുകൊണ്ടാണ്. ഇല്ലേ അമ്മമാരെ പെരുവരലിൽ നിന്ന് അല്ലേ ഇവിടെ ഇങ്ങോട്ട് പിടിച്ച് മുകളിലോട്ടൊരു പൊക്കി അങ്ങനെ ആടിയിട്ടുള്ളവരൊക്കെ ഞാൻ ഈ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവും. ചില അച്ചായന്മാരും അമ്മമാര് പെരുവരല്. അപ്പം ഇങ്ങനെ നിന്നു. ഈയക്കട്ടി, അസ്ഥിക്കഷ്ണം, ആണി, പിലാക്രിസ്റ്റി എന്നറിയപ്പെടുന്ന മാരക വിഷമുള്ള ഈ വിഷമുള്ളൊരു പ്രത്യേകത ഉണ്ട്. അത് ഈ ശരീരത്തിലേക്ക് തരച്ചു കയറിയാൽ പെട്ടെന്ന് ബ്ലഡിലൂടെ അത് തലച്ചോറിലെത്തി തലച്ചോറിൽ വിസ്ഫോടനം ഉണ്ടാക്കി ബ്രെയിൻ അറ്റാക്ക് വരെ വരുത്താൻ സാധ്യതയുള്ള ഒരു തരം മുള്ള പിലാക്രിസ്റ്റി എന്ന് പറയും. ആ മുള്ളിനെ പിലാക്രിസ്റ്റി എന്ന പേര് കിട്ടിയത് യേശുക്രിസ്തുവിന്റെ തലയിൽ ആ മുൾക്കിരീടം വെച്ചതിന് ശേഷം. അപ്പൊ ഇതുപോലെയുള്ള മാരകമായ വിഷമുള്ളുകള് വിവിധ പോയിസൺ കലർന്ന ലായനകളിൽ ഊതി അല്ലെങ്കിൽ തിളപ്പിച്ച് മുക്കി ആണികളിൽ വിഷസൂചികളാക്കി ഇങ്ങനെ ഉണ്ടാക്കിയ ഈ ചാട്ടമാറ് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ ആഞ്ഞടിച്ച് അടിക്കുമ്പോൾ മാംസ കഷണങ്ങളൊക്കെ പറഞ്ഞു വരുന്ന മാംസ കഷ്ണം അടുത്ത് വെച്ചിരിക്കുന്ന ഒരു കൽപാത്രത്തിനകത്ത് മുക്കുന്നു. അപ്പൊ പറഞ്ഞു വരുന്ന മാംസ കഷ്ണം ആ വെള്ളത്തിനകത്ത് കിടന്ന് ഇങ്ങനെ തുടി കുടിക്കും. ആ കീറി വരുന്ന ഭാഗം നിങ്ങളുടെ മനസ്സിനകത്തോട് കയറാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ഉദാഹരണം പറയാം. നനഞ്ഞ കിറി അടിച്ചു കീറുന്നത് പോലെ, വാഴയില തല്ലി കീറുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ രക്തം ശരീരം ഇങ്ങനെ തല്ലി കീറിയപ്പോ ആ രക്തം ഒഴുകി വന്ന് ഗപതിയുടെ കൽത്തളം നിറഞ്ഞു. ഓരോ അടിയടിക്കുമ്പോഴും അലറുന്ന അടിയേൽക്കുന്നവൻ നിലവിളിക്കുന്ന നിലവിളി ഏകദേശം 500 മീറ്റർ ദൂരെ വരെ കേൾക്കാമായിരുന്നു. അത്രമാത്രം ക്രൂരവും പൈശാചികവും നിഷ്ഠൂരമായി യേശു ക്രിസ്തുവിനെ അടിച്ചപ്പോ ആ രക്തം അവിടെ വീണു. അവിടെ നിന്ന് യേശുവിനെ എഴുന്നേൽപ്പിച്ച് നേരം വെളുത്തപ്പോ കാൽവരിയിലേക്ക് അല്ലെങ്കിൽ ഗോൽഗോത്താവിലേക്ക് യേശു ക്രിസ്തുവിനെ നടത്തിക്കൊണ്ടുപോകും. ഏകദേശം 1060 മീറ്റർ ദൂരത്തിലേക്ക് യേശുവിനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകും. 650 മീറ്റർ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്ന വഴിക്ക് യേശു താഴെ വീഴും. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാം. യേശു താഴെ വീഴും. സഹായിക്കാൻ ഒരു മനുഷ്യരും വന്നില്ല. പലരെയും വിളിച്ചു, ആരും വന്നില്ല. പടയാളികളോട് മുതിർന്ന ഉദ്യോഗസ്ഥർ കീഴ് ജീവനക്കാരായ പട്ടാളക്കാരോട് പറഞ്ഞു, അവനെയും താങ്ങി എഴുന്നേൽപ്പിക്ക്. അവർ പറഞ്ഞു, ഞാനൊരു റോമൻ പൗരനാണ്, ക്രൂശ് ശപിക്കപ്പെട്ട വസ്തുവാണ്, അവന്റെ ശാപം ചുമക്കാൻ ഞാൻ തയ്യാറല്ല. യഹൂദന്മാരോട് ആവശ്യപ്പെട്ടു, നിങ്ങളല്ലേ അവനെ ക്രൂശിക്കാൻ ധൃതി കാണിച്ചത്, ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, നിങ്ങളെ ആവശ്യമല്ലായിരുന്നു ഇവൻ കൊല്ലപ്പെടണമെന്നുള്ളത്, ക്രൂശി ചുമക്ക്. അവർ പറഞ്ഞു, ഞങ്ങൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും പാരമ്പര്യം ചുമക്കുന്നവന്, അവന്റെ ക്രൂശ് ഈ അപമാനം ചുമക്കാൻ ഞാൻ തയ്യാറല്ല. ആരും സഹായിക്കാനില്ലാതെ യേശു വീണ്ടും കുരിശെടുത്ത് നടന്നു പോകുമ്പോ വീണ്ടും താഴെ വീണു. നിലത്ത് വീണ് കിടക്കുന്ന യേശുവിനെ പട്ടാളക്കാര് അടിച്ചപ്പോ ഒരു കുറേനക്കാരനായ ശീമോൻ വന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് താങ്ങിയെടുത്തു. കുറേ നേരം നടന്നു. വൈകിട്ട് വീട്ടിൽ താമസിച്ച് ചെന്നപ്പോ മക്കൾ ചോദിച്ചു, എന്താ അപ്പാ താമസിച്ചേ? പറഞ്ഞു, നാസറേന യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി ക്രൂശും ചുമന്നവൻ പോകുമ്പോ ഇടയ്ക്ക് വഴിയിൽ അവൻ തടർന്നു വീണു. ഇടയ്ക്ക് അവനെ ഒന്ന് സഹായിക്കേണ്ടി വന്നു. അതാ ഞാൻ താമസിച്ചേ. കുറേനക്കാരന്റെ ജീവിതത്തിൽ വന്ന മാറ്റം നിങ്ങൾക്കറിയാവോ? കുറേനക്കാരനായ ശീമോൻ എത്ര മക്കളുണ്ടായിരുന്നു?
ആരൊക്കെയാ? അലക്സാണ്ടറും രൂപോസും. അലക്സാണ്ടറും രൂപോസും ആരായി തീർന്നു? കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. അവരെങ്ങനെയാ പ്രസിദ്ധരായി തീർന്നത്? ഏത് വിധത്തിൽ അവരെ പ്രസിദ്ധരാക്കിയത്? രൂഫോസ് റോമാ സഭയുടെ ആദ്യത്തെ ബിഷപ്പായി. അലക്സാണ്ടർ, രണ്ടാമത്തെ മകൻ അലക്സാണ്ടർ റോമൻ ഗവൺമെന്റിന്റെ ഗവർണറായി ഉയർത്തപ്പെട്ടു. ഈ രക്തം ശീമോന്റെ ശരീരത്തിൽ പുരണ്ടത് നിമിത്തം അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ രക്തത്തിന്റെ അടുക്കല ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും വന്നത്. നിന്റെ ജീവിതം മാറ്റാൻ, നിന്റെ തലമുറയുടെ ഭാവി മാറ്റാൻ, അവരുടെ തലമുറ മാറ്റാൻ ഈ രക്തത്തിന് കഴിയും. ഈ രക്തത്തിൽ നീ കരുകപ്പെട്ടാൽ. നിങ്ങൾക്കറിയാവോ, ഈ വർത്തമാന കാലത്തും ഏകദേശം 14 തലമുറകൾ പിന്നിട്ടിട്ടും ദക്ഷിണാഫ്രിക്കൻ ഗവൺമെന്റിന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രസിഡന്റായി, പ്രധാനമന്ത്രിയായി, മറ്റ് താക്കോൽ സ്ഥാനങ്ങളൊക്കെ വഹിക്കുന്നത് ഈ കുറേനക്കാരനായ ശീമോന്റെ തലമുറകളാണ്. തലമുറകൾ പലത് കഴിഞ്ഞിട്ടും നൂറ്റാണ്ടുകൾ 2000 പിന്നിടാറായിട്ട് 2000 ആയിട്ടും ഇതിപ്പോ 2025 ആയിട്ടും ദൈവത്തിന്റെ ആ അരുളപ്പാടിന്, ദൈവത്തിന്റെ ആ കനിവിന്, യേശുവിന്റെ രക്തത്തിൽ വ്യാപരിച്ച ആ അനുഗ്രഹത്തിന് ഒരിക്കലും കുറവ് വന്നിട്ടില്ല. ദൈവത്തെ ഇത്ര നാളും ഞാൻ സേവിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമായി തീർന്നിട്ടില്ലല്ലോ കർത്താവേ എന്ന് വിലപിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നു, കർത്താവെ ഇത്ര നാളും ഞാൻ നിന്നെ പിൻപറ്റിയിട്ടും എനിക്കൊന്നുമായി തീരാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ കുഞ്ഞുങ്ങളെ എങ്ങും എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, ദൈവത്തെ സേവിച്ചതിന് ശേഷം എന്റെ ജീവിതത്തിൽ തകർച്ചയും താഴ്ചയും മാത്രമേ ഉണ്ടായിട്ടുള്ളല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് നിന്റെ ചെവിയിൽ ഒരു ദൂത് പറയാനുണ്ട്. നീ ആള് ശരിയായിട്ടില്ല. നീ ആള് ശരിയായിട്ടില്ല. ഒന്നുമില്ലായ്മയിൽ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച മുൻമുറക്കാരുടെ മക്കളൊക്കെ പിൻതലമുറ വന്നപ്പോ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ജൂവലറി ഒന്നുമില്ലാത്തൊരു സ്ഥലം, കേരളത്തിൽ ജൂവലറി ഒന്നുമില്ലാത്തൊരു സ്ഥലം മണർകാട്. എത്ര ബാങ്ക് ഉണ്ടെന്നറിയോ? 24 ദേശസാൽകൃത ബാങ്കുണ്ട്. കുമ്മനാട് എന്ന സ്ഥലം എത്ര കിലോമീറ്ററിന് ചുറ്റണമെന്നറിയോ? 2.5 കിലോമീറ്റർ. 2.5 കിലോമീറ്ററിനകത്ത് 24 ദേശസാൽകൃത ബാങ്ക്. ഒറ്റ ജൂവലറി ഇല്ല. കഴിഞ്ഞൊരു ദിവസം റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ കണക്കും പ്രകാരം 1,236,000 കോടി രൂപ ആളില്ലാതെ കിടക്കുക. 1,36,000 അല്ല, 1,36,000 കോടി. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അതിന്റെ? എന്തുകൊണ്ടാണെന്നറിയാവോ ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടത്? പെന്തക്കോസ്തുകാരായതുകൊണ്ടാണോ? പക്ഷെ കെ എബ്രഹാം സാറിന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം മമ്മം മഹരിയം ബാബിലോൺ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. അന്ന് കുമ്മനാട് കത്തോലിക്കർ വളരെ പ്രബലമായി നിന്ന ഒരു കാലഘട്ടം. നാടു റോഡിലൂടെ, ടാറിട്ട റോഡിലൂടെ മേൽമുണ്ട് വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് കാലെ തൂക്കി റോഡിലൂടെ വലിച്ചരച്ചു. ആ ദൈവദാസന്റെ രക്തം എവിടെയൊക്കെ വീണോ അവിടെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു. അവിടെ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ടു. ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടു. അവിടെ പാർക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടു. അവിടുത്തെ സഭ അനുഗ്രഹിക്കപ്പെട്ടു. നീ അനുഗ്രഹിക്കപ്പെടണമോ? ദൈവത്തിന് നാമം ചുമക്ക്. ചുമ്മാ ഈ ഉടായിപ്പ് പെന്തക്കോസ്തുകാരെ പോലെ ജീവിക്കാതെ. ദൈവത്തിന് നാമം ചുമക്ക്. ദൈവത്തിന് നാമം നീ ചുമന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഏകദേശം 1,16,000 കോടി ആൾക്കാർ ഒരു ദിവസം പ്രസംഗം കേൾക്കുന്ന ഒരു ദൈവദാസനുണ്ട്. വീഡിയോകളിൽ കൂടെ മാക്ഡോവൽ വില്യം കുറേനക്കാരനാ ശീമോന്റെ പിന്മുറക്കാരനാ. ദൈവത്തെ സേവിച്ചത്, ക്രൂശി ചുമന്നത്, യേശുവിന്റെ രക്തം ശരീരത്തിൽ പുരണ്ടത് ശാപമായോ അനുഗ്രഹമോ?
അനുഗ്രഹമാണ്. തീർന്നില്ല. കുറേനക്കാരനായ ശീമോന്റെ ജീവിതത്തിൽ ഒരു ശാപമുണ്ടായിരുന്നു. ആ ശാപം എന്താ നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ അപ്പച്ചന്റെ നഗ്നത കണ്ടിട്ട് പോയി അച്ചാച്ചന്മാരോട് പറഞ്ഞു, അപ്പൻ തുണിയില്ലാതെ അവിടെ കിടക്കുന്നു. അച്ചാച്ചന്മാരെല്ലാരും കൂടെ ഓടി വന്ന് അപ്പനെ കളിയാക്കി. അപ്പൻ പറഞ്ഞു, നീ ശപിക്കപ്പെട്ടവൻ, ഹാം ശപിക്കപ്പെട്ടവൻ, ഹാം തന്റെ സഹോദരന്മാരെ സേവിക്കും. ആ ശാപം യേശുവിന്റെ രക്തം ശീമോന്റെ ശരീരത്തിൽ പുരണ്ടപ്പോ, യേശുവിനെ താങ്ങി എഴുന്നേറ്റപ്പോ, പിലാക്രിസ്റ്റി എന്ന മുള്ളു തറച്ച് യേശുവിന്റെ മുഖത്തൂടെ ഊറി വന്ന രക്തം അവന്റെ ശിരസിൽ വീണപ്പോ, അവന്റെ ശരീരത്തിൽ വീണപ്പോ ആ ശാപത്തിന് കെട്ടഴിഞ്ഞു. ഇന്ന് രാത്രി ആ യേശുവിന്റെ രക്തം നിന്റെ ശാപത്തിന് കെട്ടടിക്കുന്ന രക്തമാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യരക്തം. ഇന്ന് രാത്രി ആ രക്തത്തിൽ നീ ഒന്ന് മുങ്ങി കുടിക്കാൻ തയ്യാറാകെ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യരക്തം. അത് ശാപമടിക്കും, അത് രോഗമടിക്കും, അത് കട്ടത മാറ്റും, അത് ശോധനയ്ക്ക് പരിഹാരമാ, അത് പ്രതിബന്ധങ്ങളെ മാറ്റും, അത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കും. ദൈവമക്കളെ, ദൈവത്തെ സേവിക്കുന്നെങ്കിൽ സേവിക്കേണ്ടതുപോലെ സേവിക്കണം. പ്രാർത്ഥിക്കാൻ ദൈവസേന ഇരിക്കുന്നെങ്കിൽ ഇരിക്കേണ്ടതുപോലെ ഇരിക്കണം. ഉപവസിക്കാൻ ദൈവസേന മുട്ടുമടക്കുന്ന ദൈവമക്കൾ മുട്ടുമടക്കേണ്ടതുപോലെ മുട്ടുമടക്കണം. റെനിപ്പാസിന്റെ മുന്നിലല്ല നിങ്ങൾ മുട്ടുമടക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന സഭയുടെ മുന്നിലല്ല നിങ്ങൾ മുട്ടുമടക്കുന്നത്. റെനിപ്പാസ് ഉപവാസ പ്രാർത്ഥന ഡിക്ലെയർ ചെയ്തുകൊണ്ട് വന്നങ്ങ് ഉപവസിച്ച് പോകാം എന്നതല്ല. വന്നത് ദൈവത്തിന് മുന്നിലാണ്. ഇതിനകത്ത് കർത്താവുണ്ട്, ഈ ആലയത്തിനകത്ത് കർത്താവുണ്ട്. എത്ര ദൈവമക്കൾക്ക് അകക്കണ്ണ് തുറന്ന് ആ കർത്താവിനെ ഇന്ന് രാത്രി കാണാൻ കഴിയുന്നുണ്ട്. ആ കർത്താവിനെ കാണുമ്പോ നീ നിന്റെ പരിഭവങ്ങൾ പറ, ആ കർത്താവിനോട് നിന്റെ ആവശ്യങ്ങൾ പറ, ആ കർത്താവിനോട് നിന്റെ ജീവിതത്തിലെ വേദനകൾ പങ്കുവെക്ക്. നിന്റെ തലമുറ ഗതി പിടിക്കുന്നില്ലെന്ന് നിന്റെ സഹോദരങ്ങൾ പുലഭ്യം പറയുന്നു. നീ ഒരിക്കലും നന്നാകത്തില്ലെന്ന് നിന്റെ കൂട്ടുവിശ്വാസികൾ പറയുന്നു. നീ തന്നെ നിന്നെ ശപിക്കുന്നു. ആ ശാപം മാറ്റാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ആ ശാപം മാറ്റാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ചിലർക്ക് പറയാറുണ്ട്, അവന്റെ തലയെ വരാം. ചില എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറയാം, അവന്റെ തലയെ വരച്ചത് എന്റെ കാലയെ വരച്ചിരുന്നെങ്കിൽ എന്ന്. അവന്റെ തലയെ വരച്ചത് കാലയിൽ വരച്ചായിരുന്നെങ്കിൽ. ദൈവമക്കളെ, മറ്റുള്ളവർക്ക് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ 30 വർഷമായി, 40 വർഷമായി, 50 വർഷമായി ദൈവത്തെ സേവിച്ചിട്ട് എനിക്ക് എങ്ങും എത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ നിന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക്. കർത്താവേ, എന്റെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകൾ ഈ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ നിമിത്തം എന്റെ തലമുറയുടെ വഴി അടയാൻ ഇടയായി തീരരുത്. ഞാൻ ദൈവത്തെ സേവിച്ചത് എന്റെ തലമുറയ്ക്കൊരു കെട്ടിവെപ്പായി തീരാൻ ഇടവരരുത് എന്ന് ദൈവമക്കൾ ഇന്ന് രാത്രി മനമുരുകി പ്രാർത്ഥിക്കണം. നിന്നെ വീഴ്ത്തിക്കളയാൻ, നിന്റെ ഇച്ഛാശക്തിയെ ബന്ധിച്ച് നിന്നെ തറപറ്റിക്കാൻ നിന്റെ പിന്നിൽ പിശാച് ശക്തിയോട് പോരാടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ആത്മദൃഷ്ടി പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി അത് തിരിച്ചറിഞ്ഞ ദൈവത്തിൽ പ്രാർത്ഥിക്കണം. എത്രയോ ഭക്തന്മാർ വീണ് തകർന്നു പോയ ഒരു പോർക്കളമായത്. നീ വീഴാതിരുന്നത് ദൈവത്തിന്റെ കാരണമാണ്. വീണവരെ ഓർത്ത് നീ കുലുങ്ങിച്ചിരിക്കരുത്. വീണവരെ ഓർത്ത് നീ സന്തോഷിക്കരുത്. മറ്റുള്ളവരോട് പോയി പറയരുത് അവൻ വീണത് കണ്ടോ എന്ന്. നീയും വീഴാൻ സാധ്യതയുണ്ട്. വേദപുസ്തകം പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അതൊരു മുന്നറിയിപ്പാ. നിൽക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ നീ വീഴാൻ സാധ്യതയുണ്ട്. വാരിക്കുഴിയൊഴുക്കി നിന്റെ മുന്നിൽ പിശാച് കളം നിരത്തിയിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കൾ അതിനെ ജയിക്കണം. ശ്രീ വി വർഗീസ് എന്ന് പറയുന്ന ഒരു ഭക്തനായ ദേവദാസനുണ്ട്. അദ്ദേഹത്തോടൊപ്പം
ബൈബിൾ കോളേജിൽ പഠിച്ച് അദ്ദേഹത്തോടൊപ്പം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സുവിശേഷ വേലയിൽ ഇറങ്ങി. ദൈവകൃപയിൽ നിന്ന് പാപം ചെയ്ത് അദ്ദേഹം വീണുപോയി. ഒരിക്കലൊരു വീട്ടിൽ അദ്ദേഹം സുവിശേഷം പ്രാർത്ഥിക്കാൻ വേണ്ടി കയറി ചെന്നപ്പോ ആ വീട്ടുകാർ പറഞ്ഞു, ഇന്നാര് നിന്റെ കൂട്ടുകാരനായിരുന്നില്ലേ? അവൻ തകർന്നു പോയത്, അവൻ പാപം ചെയ്ത് പിന്മാറ്റത്തിൽ പോയത് നീ അറിഞ്ഞില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിഞ്ഞു. നിനക്കും എന്തുകൊണ്ട് അവനെ പോലെ ആയിക്കൂടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാനും ആകാമായിരുന്നു, പക്ഷെ കർത്താവ് എന്നെ കാത്തു. അന്ന് അദ്ദേഹം വീട്ടിൽ പോയി ഒരു പേപ്പർ എടുത്തിട്ട് എഴുതി, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരഭൂമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരഭൂമാൻകളിൽ വീണവരിൽ. യാഹേ നീ എൻ ദൈവം വാഴ്ത്തും. ഒരു മിനിറ്റ്. അപ്പൊ എത്രയോ ഭക്തന്മാര് വീണുപോയി, വീണ് തകർന്ന ഒരു പോർക്കളമായത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും ചിന്തിക്കണം, നീ വീഴാതിരുന്നത് ദൈവത്തിന് നിന്നോടുള്ള കൃപയാണ്. നീ വീഴാതിരുന്നത് ഈ യേശുക്രിസ്തുവിന്റെ പുണ്യാകരക്തം നിനക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചതാണ്. വീണു പോകാൻ, വീഴ്ത്തിക്കളയാൻ പിശാച് തന്ത്രങ്ങളിട്ട് നിനക്കെതിരെ അഗ്നിശരങ്ങൾ എഴുതി വിട്ടപ്പോ ആ അഗ്നിശരം ഏറ്റ നീ തകർന്ന് വീഴാതിരുന്നത് യേശുവിന്റെ രക്തം ഒരു പരിച പോലും നിന്നെ മറച്ചു പിടിച്ചത് കൊണ്ട്. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്താപത്തോടെ, ഏകാഗ്ര ഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ ദൈവത്തോട് പറ, കർത്താവേ വീഴാതെ നിൽപ്പാൻ, വീഴാതെ നിന്റെ മഹിമാസന്നദ്ധിയിൽ ഞാൻ എത്തുവോളം എന്നെ പരിപാലിപ്പാൻ ഒരു പരിധിയായി എന്റെ മുന്നിലുണ്ടാകണമേ എന്ന്. വീണ് തകർന്നു പോയ പോർക്കളത്തിൽ ഒത്തിരി അസ്ഥികൂടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വീണുകട പോയ ഒത്തിരി ഭക്തന്മാർ നമുക്ക് മുന്നിലുണ്ട്. കർത്താവെ, വീഴാതെ നിൽപ്പാൻ ഉള്ള കൃപ ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നിൽ പകരണമേ എന്ന് ദൈവമക്കൾ ഹൃദയ തകർച്ചയോട് ഇന്ന് രാത്രി ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കാമോ? എല്ലാ ദൈവമക്കളും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയ തകർച്ചയോട് ദൈവമക്കൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ആ യേശുവിന്റെ ക്രൂശ് ചുമപ്പാൻ, ആ രക്തം വഹിപ്പാൻ, അതെന്റെ ശാപമഴിക്കാൻ, അതെന്റെ രോഗമഴിക്കാൻ, അതെന്റെ ജീവിതത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ കർത്താവെ കൃപ ചെയ്യണമേ എന്ന് ഇന്ന് രാത്രി ആദരം തുറന്ന ദൈവമക്കളുടെ ഒരു ചില നിമിഷങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇവിടെ നിൽക്കുന്നവരാരും മൗനമായി നിൽക്കരുത്, വായി തുറന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. ആരാധനാലയത്തിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. എന്നിലും ഭക്തർ എന്നിലും പോർക്കളത്തിൽ. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരഭൂമാൻകളിൽ വീണവരിൽ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരഭൂമാൻകളിൽ
കേളിൽ വീണവരിൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സുസ്ഥിരമേ തവ സുസ്ഥിരമേ തവ നാമം ആഴിയം നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകൾക്കും ഞാൻ തെല്ലും പായപ്പെട്ടില്ല ആഴിയം നോർത്തില്ല ആഴമാരാഞ്ഞില്ല അലകൾക്കും ഞാൻ തെല്ലും പായപ്പെട്ടില്ല ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ നാടൂരിൽ നിൻവിളി കേട്ടു ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൽ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ വീണു തകർന്നീ പോർക്കളത്തിൽ എന്നിലും ഭക്ത എന്നിലും ശാന്ത വീണു തകർന്നീ പോർക്കളത്തിൽ കാണുന്നു ഞാൻ ീകരം കാണുന്നു ഞാൻ കൂടങ്ങൾ ഭീകരം ീരാകുമാരിൽ നീ എൻ ദൈവം ഞാൻ സുസ്ഥിരമേ തവ നാമം അലറും നീയാഴി ആലയാതിഘോരം തോന്നുന്നു ഭീതിയൻ ഹൃദി പാരം അലറും നീയാഴി ആലയാതിഘോരം തോന്നുന്നു ഭീതിയൻ ഹൃദി പാരം ഭാഗങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനേ എന്നുക